ഈ സാധാരണക്കാർ ശ്രദ്ധിക്കുക, ആലിമീങ്ങളെ ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ അതിന് യോഗ്യരാണോ എന്ന് നോക്കണം. അതിന് സർട്ടിഫിക്കറ്റും ഡിഗ്രിയും പിന്നെ MSR മാത്രം നോക്കിയാൽ പോരാ. ഇവരിതിന് യോഗ്യരാന്ന് നോക്കണം. അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. ഒരു ആലിമാവണമെങ്കിൽ, ഒരാൾ ഇമാം വെക്കണമെങ്കിൽ അതൊക്കെ നോക്കിയിട്ടാണ് ഇമാം എടുത്തേണ്ടതും ഒരാളെ ഖുത്ബ ഏൽപ്പിക്കേണ്ടതൊക്കെ. രീതി നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അത് ഇപ്പൊ രീതി ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് അള്ളാന്റെ ബക്ക് കൈ നീട്ടി ചോദിക്കണമെങ്കിൽ അങ്ങനത്തെ ഹക്കായ ആൾക്കാരെ കൊണ്ട് നിർത്തുക. ഓരൊക്കെ പ്രകടനപരതൊന്നും ഓരോരുത്തർ ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ ആലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ശ്രദ്ധിക്കുക. ഒറിജിനൽ ആലിം എന്ന് പറഞ്ഞാല് അള്ളാന്റെ മാരിഫത്തും കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരാണ്. ഇതില്ലാത്ത ആൾക്കാരൊന്നും ഒറിജിനൽ ആലിമീങ്ങളല്ല. അങ്ങനത്തെ ആലിമീങ്ങൾ അവൻ തെറ്റാണ്, അവൻ പേച്ചതാണ്, ഉമ്മത്തിനെ പേപ്പിക്കാണ് എന്ത് പറഞ്ഞുകൊണ്ടൊരു കുറ്റമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പറയാത്തവർക്ക് അള്ള കുറ്റം കൊടുക്കും. യഥാർത്ഥ ആലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കും അള്ളാഹിന്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഈ ഉമ്മത്തിനെ വഴി നടത്തുന്ന ആൾക്കാരാണ്. ബഹുമാനപ്പെട്ട ഔസുൽ ആദമിനെ പോലെ, റിഫായി ഷെയ്ഖിനെ പോലെ, അജ്മീർ ഖാജപ്പാപ്പാനെ പോലെ, മമ്പത്ത തങ്ങളെ പോലെ, ഉമർ ഖാദിയെ പോലെ ഉന്നതരായ ഇവരാണ് പണ്ഡിതന്മാർ. ഇത് നമ്മൾ മനസ്സിലാക്കുക. എന്നല്ലാതെ തൽപ്പാവും കെട്ടി നല്ല നീട്ടി പറയാൻ കഴിയും, കുറെ കിതാബ് ഓദിക്കണം, എല്ലാ അറാമ്പറപ്പൊക്കെ കയ്യിലുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഇടപാടും നടത്താൻ പറ്റൂല. ഇങ്ങനത്തെ ആൾക്കാരെ ആലിം എന്ന് പറയാൻ പാടില്ല, മൗലിയർ എന്ന് പറയാം. ആലിം എന്ന് പറയുമ്പോൾ ഇൽമ ഉടയവൻ, ഇൽമ എന്ന് പറഞ്ഞാൽ നൂറ്, അത് ഹബീബ റസൂലുള്ളാഹിങ്ങൾ ഉടയവൻ എന്നർത്ഥം. നല്ല പണ്ഡിതന്മാർ ആ നൂറ് കിട്ടിയവരാണ്. ചീത്ത പണ്ഡിതന്മാർ ആ നൂറ് കിട്ടൂല, ആ നൂറ് തടുക്കുന്നവരാ. അപ്പൊ ആ നൂറ് എവിടുന്ന കിട്ടുക? അത് മശായിഖന്മാരെന്നാ കിട്ടുക എന്ന് ശ്രദ്ധിക്കുക. ആ നൂറ് കിട്ടിയിട്ട് അങ്ങനെ ജീവിച്ച് അതിലൂടെ ജീവിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരുണ്ട്.